ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയത് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ആയിരുന്നു അല്ലേ? ക്വാണ്ടം മെക്കാനിക്സിലെ 5 പോസ്റ്റ്ലേറ്റ്സ് നമ്മൾ പറഞ്ഞു അല്ലേ? അതോടുകൂടി നമ്മളെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ തീരുകയാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷനേ തീർന്നിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി ഒരുപാട് പോകാനുണ്ട്. ഇപ്പോഴല്ല, നമുക്ക് പിന്നീട് PG ക്കൊക്കെ പഠിക്കുമ്പോഴാണ് പോകാനുള്ളത്. ഇപ്പൊ നമ്മളിനി എന്താണ് അതിന്റെ ടൂൾസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഒരു സിസ്റ്റത്തെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം അല്ലെ, അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒബ്റ്റെയിൻ ചെയ്യാം അല്ലെ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്നിട്ട് അതിന്റെ ഫ്യൂച്ചർ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സും അതിന്റെ ബേസിക്സും വേവ് ഫംഗ്ഷൻ എന്താണെന്നും ഒക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഇത് ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യണം. നമ്മളിപ്പം പഠിച്ച ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഒരു സിസ്റ്റത്തിൽ, അത് റിയൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്ക് ചിന്തിക്കാവുന്ന ഒരു സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. റിയൽ എന്ന് ഞാൻ പറയില്ല, നമുക്കൊരു ഇമാജിൻ ചെയ്യാവുന്ന ഒരു സിസ്റ്റത്തിനകത്ത് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പൊ നമ്മളെ ക്വാണ്ടം മെക്കാനിക്സിലെ ഫസ്റ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. അതൊരു ക്ലാസിക് പ്രോബ്ലം ആണ്. ക്വാണ്ടം മെക്കാനിക്സിനകത്തെ ഒരു പേര് കേട്ട പ്രോബ്ലം ആണ്. അതെന്താണ്? പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. അതിന്റെ ബ്രാക്കറ്റിൽ ചെയ്ത 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ബോക്സ് എന്ന് എഴുതുക. അങ്ങനെയും ആ പ്രോബ്ലത്തിനെ പറയാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ 1D ബോക്സ് എന്ന് പറയാറുണ്ട് അല്ലെ. 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ബോക്സ് അങ്ങനെയും പറയാറുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ പറഞ്ഞു ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണെന്ന് അല്ലെ. അതിനകത്ത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാല്, നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് ഉണ്ട്, ഒരു 1 ഡയമെൻഷണൽ ബോക്സ്. 1 ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് ശരിക്കും ഒരു എന്താ പറയുക, ഇമാജിനറി സിറ്റുവേഷൻ ആവും അല്ലെ. അതായത് 1 ഡയമെൻഷനിൽ എങ്ങനെയാണ് ബോക്സ് ഉണ്ടാക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ നോക്കുക, ഇങ്ങനെ ഒരു ബോക്സ് അല്ലെ, എക്സ് ആക്സിസിൽ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട് വരുന്നത്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത, ഈ ബോക്സിന്റെ പ്രത്യേകത, ഇതിപ്പോ എക്സ് ആക്സിസിലാണ് വരുന്നത്. ഓക്കെ, ഇത് 0 ആണ്, ഇത് L ആണ്. എന്ന് പറഞ്ഞാൽ ഈ ബോക്സിന്റെ ലെങ്ത് എത്രയാണ്? L ആണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത, ഈ ബോക്സിനകത്ത് പൊട്ടൻഷ്യൽ 0 ആണ്, ഇവിടെ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആണ്, ഇവിടെയും പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആണ് അല്ലെ. നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു കിണർ അതുപോലെ ഇമാജിൻ ചെയ്താൽ മതി അല്ലെ. ഒരു കിണർ, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിൾ ട്രാപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ നമ്മളൊരു കിണറ്റിലകപ്പെട്ട പോലെ അല്ലെ. നമ്മൾ അങ്ങനെ ഒരു കിണറ്റിലകപ്പെട്ടാൽ നമുക്ക് എന്തൊക്കെയാ തോന്നുക? അതായത് കയറി പോരാന് വേറെ എന്താ പറയാ, ഈവൻ പടവുകൾ പോലും ഇല്ല, അല്ലെങ്കിൽ കയറോ അങ്ങനത്തെ ഒരു സംവിധാനമൊന്നുമില്ല. നമ്മൾ അങ്ങനെ പെട്ടുപോയി എന്നിരുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അത് തുളച്ച് പുറത്തേക്ക് പോകാനൊന്നും പറ്റൂല അല്ലെ. മുകളിലേക്ക് ചാടി വരാനുള്ള എനർജി നമ്മുടെ അടുത്ത് ഇല്ലതാനും അല്ലെ. അത് സ്മൂത്ത് സർഫസ് ആണെന്നൊക്കെ കരുതുക അല്ലെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അത്തരത്തിലുള്ള ഒരു പാർട്ടിക്കിളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അല്ലെ. ഒരു 1 ഡയമെൻഷണൽ ബോക്സ്, ഇവിടെ ഇൻഫിനിറ്റി, ഇവിടെ ഇൻഫിനിറ്റി പൊട്ടൻഷ്യൽ അല്ലെ. അപ്പൊ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ നിൽക്കുന്ന ഒരു പാർട്ടിക്കിളിന് ഇതിനകത്ത് പൊട്ടൻഷ്യൽ 0 ആണ്. ഓക്കെ, അതുകൊണ്ട് ആ പാർട്ടിക്കിളിന് അവിടെ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇത്തരത്തിലൊരു പാർട്ടിക്കിൾ ഒരു 1 ഡയമെൻഷണൽ ബോക്സിനകത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ വേവ് ഫംഗ്ഷൻ എങ്ങനെയാണ്, അതിന്റെ എനർജി എങ്ങനെയാണ്, അതിന്റെ മൊമെന്റം എങ്ങനെയാണ്, അത്തരം കാര്യങ്ങൾ, അതിന്റെ ആവറേജ് പൊസിഷൻ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് എന്താണ്, അതൊക്കെയാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒരു വേവ് ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യാം അല്ലെ. അപ്പം വേവ് ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഇനീഷ്യൽ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറയാൻ പറ്റും അല്ലെ. എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ കേസിൽ psi a wave function exists between 0 and L അല്ലേ. psi exists between 0 and L എന്ന് പറഞ്ഞാൽ ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ എ പ്ലേസ്. ഏത് പ്ലേസിലാ? 0ക്കും Lനും ഇടയിൽ ആ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി അല്ലെ, അതുണ്ട്, അവിടെ കാണുള്ളൂ അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, psi ഈക്വൽ ടു, അല്ലെങ്കിൽ psi ഹാസ് എ വാല്യൂ അറ്റ് ബിറ്റ്വീൻ x equal to 0 and x equal to L. x equal to 0 ന്റെ x equal to L ന്റെ ഇടയിൽ psiക്ക് ഒരു വാല്യൂ ഉണ്ട് അല്ലെ. അല്ലാത്തടത്തൊക്കെ 0 എന്ന് പറയാം അല്ലെ, 0 അതർവൈസ് എന്ന് പറയാം.
അങ്ങനെ നമുക്ക് തൽക്കാലം അതിനെ ഡിഫൈൻ ചെയ്യാം അല്ലേ. ഈ റീജിയനിൽ മാത്രമേ പാർട്ടിക്കിളിനെ കാണാൻ പറ്റുള്ളൂ അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യുക, ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം അല്ലേ. എന്താണ് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2m by h cross square into e minus v psi equal to 0. ഇതാണ് സ്റ്റഡി സ്റ്റേറ്റ് ഫോം ഓഫ് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ, അല്ലെങ്കിൽ ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ എന്ന് പറയും അല്ലേ. ഇത് നമുക്ക് കാണാപ്പാടെ അറിയണം. ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2m by h cross square d minus v psi equal to 0 അല്ലേ. ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാണല്ലോ. ഈ പാർട്ടിക്കിൾ ഇതിനകത്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിണറ്റിൽ പെട്ട പോലെ, കിണറ്റിനകത്തല്ലേ നമ്മളെ കാണാൻ പറ്റുള്ളൂ. പുറത്ത് കിണറ്റിന്റെ ചുമര് തുറന്ന് നമ്മൾ പോകാനൊന്നും പോകില്ല അല്ലേ. നമ്മുടെ എല്ലാ ടൂളൊന്നുമില്ല, കയറി പോരാനും പോകില്ല. നമ്മൾ എവിടെ കാണുള്ളൂ? ആ കിണറിന്റെ ബൗണ്ടറിക്കകത്ത്. അതുപോലെ തന്നെ ഈ പാർട്ടിക്കിളിനെ ഈ റീജിയനിലേ കാണുള്ളൂ. ഇനി ഈ റീജിയനിലുള്ള വേവ് ഫംഗ്ഷൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം വിത്തിൻ ദിസ് റീജിയൻ v ഈക്വൽ ടു 0. ഈ പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം, അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2me ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു സൈ ഈക്വൽ ടു 0 എന്ന് പറയാം അല്ലെ. അങ്ങനെ പറഞ്ഞൂടെ? അതായത് v0 ആണ്. ഇനി ഇത് നോക്കുക, ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് അല്ലെ. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ അതെങ്ങനെ സോൾവ് ചെയ്യണം അല്ലെ. നിങ്ങൾ വേരിയബിൾ സെപ്പറബിൾ ഫോം പഠിച്ചിട്ടുണ്ടാവും. പിന്നെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനകത്ത് നമ്മൾ കുറെ പിന്നെ പർട്ടിക്കുലർ സൊല്യൂഷനും അതുപോലെ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നിങ്ങൾ പിന്നെ വിശദമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് അല്ലെ. ഉണ്ട്, വിചാരിക്കലുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇവിടെ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. പുട്ട് കെ സ്ക്വയർ ഈക്വൽ ടു 2me by h cross square. 2me by h cross square പകരം നമ്മൾ k സ്ക്വയർ എന്ന് കൊടുക്കുകയാണ്. അതുപോലെ നിങ്ങൾ ചെയ്ത അതേ മെത്തേഡിലാണ് ചെയ്യാൻ. d by dx പകരം d എന്നിട്ട് കൊടുക്കണം അല്ലെ. d by dx പകരം d എന്നിട്ട് കൊടുക്കുക. നിങ്ങൾ മാത്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പം d സ്ക്വയർ ബൈ dx സ്ക്വയർ എന്താവും? d സ്ക്വയർ എന്നാവും അല്ലെ. ആ രീതിയിൽ തന്നെ ഞാൻ പ്രൊസീഡ് ചെയ്യണം കേട്ടോ. ഇനി അല്ല അങ്ങനെയല്ല പഠിച്ചെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം, കുഴപ്പമില്ല. ഡി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്നൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്താം? ഡി സ്ക്വയർ സൈ പ്ലസ് കെ സ്ക്വയർ സൈ ഈക്വൽ ടു 0 എന്നാവും. അങ്ങനെയല്ലേ ആവുക അല്ലെ. നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ ചെയ്തിട്ടുണ്ടാവുക. ഡി ബൈ ഡി എക്സിന് വേണം നമ്മൾ ക്യാപിറ്റൽ ഡി ഇട്ട് കൊടുക്കും, എന്നിട്ട് അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും. അതുപോലെ ഇവിടെ എന്തെങ്കിലും കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ അത് നമ്മളൊരു അഡീക്വേറ്റ് വാല്യൂ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലെ. അപ്പൊ അത് കൊടുത്തു. ഇനി ഇതിനെ ഞാൻ ഒന്നുകൂടെ നോക്കുകയാണ്. ഡി സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു സൈ ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലെ. ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഡി സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? സൈ 0 അല്ല, കാരണം ഈ പാർട്ടിക്കിൾ ഇതിനകത്ത് ഉണ്ട് അല്ലെ. അതുകൊണ്ട് സൈ 0 എന്ന് പറയാൻ പറ്റില്ല. പകരം എന്താ പറയാം? ഡി സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറയാം. ഇനി ചിലപ്പോൾ നിങ്ങൾ ഇതിന് പകരം പിന്നെ എന്തോ എം ഒക്കെ ആക്കിയിട്ട് ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എന്തായിക്കോട്ടെ, പർട്ടിക്കുലർ സൊല്യൂഷൻ, കോംപ്ലിമെന്ററി സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. YP YC എന്നൊക്കെയാണ് നിങ്ങൾ അതിനെ ടെർമിനേറ്റ് ചെയ്തിരുന്നത്. എന്തായിക്കോട്ടെ, ഇതിന് എനിക്ക് എഴുതാൻ പറ്റും ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ അല്ലെ. ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ, അല്ലെങ്കിൽ ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് കെ സ്ക്വയർ എന്ന് എന്ത് വരും? പ്ലസ് ഓർ മൈനസ് ഐ കെ എന്ന് വരും. അങ്ങനെയല്ലേ വരിക? രണ്ട് സൈഡിലും റൂട്ട് എടുത്താൽ എന്താവും? ഇത് ഡി ആവും, ഇത് റൂട്ട് ഓഫ് മൈനസ് കെ സ്ക്വയർ അല്ലെ. അപ്പൊ -1 ഉണ്ട്, അതുകൊണ്ട് ഒരു ഐ വരും. അപ്പൊ പ്ലസ് ഓർ മൈനസ് ഐ കെ എന്ന് വരും അല്ലെ. ഇനി ഇങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടി. അപ്പൊ ഇത് ഇമാജിനറി ആണ് അല്ലെ. ഇങ്ങനെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദ ജനറൽ സൊല്യൂഷൻ ഫോർ ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം എങ്ങനെ വരിക? ഇനി വരില്ല സാധാരണ psi ഈക്വൽ ടു ഇ റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു എ കോസ് ബീറ്റ എക്സ് പ്ലസ് ബി സൈൻ ബീറ്റ എക്സ് എന്നത് അല്ലെ.
അത് ഏത് കേസിൽ? ഇഫ് ഡി ഈസ് ഓഫ് ദി ഫോം ആൽഫ പ്ലസ് ഐ ബീറ്റ അല്ലേ? ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ എന്നുള്ള ഫോമിലാണ് നിങ്ങളുടെ ഈ പറഞ്ഞു കിട്ടിയ വാല്യൂ എങ്കിൽ അവിടെ വരുന്ന സൊല്യൂഷൻ എന്താണ്? ഇ റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു എ കോസ് ബീറ്റ എക്സ് പ്ലസ് ബി സൈൻ ബീറ്റ എക്സ്. നിങ്ങൾ പഠിച്ചതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനകത്ത്. മനസ്സിലായോ? നമ്മൾ ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാം. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ കേസ് കിട്ടും. ഇപ്പം ഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ കെ എന്നിട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇമാജിനറി റൂട്ടാ അല്ലെ? ചിലപ്പോൾ നിങ്ങൾക്ക് റിയൽ റൂട്ട്സ് കിട്ടും, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് കിട്ടും. അങ്ങനെയൊക്കെ പല കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കിട്ടിയത് ഇമാജിനറി റൂട്ട്സ് ആ. If the imaginary root is of the form alpha plus I beta, then the solution is given by psi equal to e raised to alpha x a cos beta x plus b sin beta x എന്ന ഫോർമുല കിട്ടുക. ഇത് വേറെ രക്ഷയില്ല, നിങ്ങൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഈ മാത്സ് സബ് ആയിട്ട് പഠിക്കുന്നത് ഫിസിക്സിന് വേണ്ടിയിട്ടുള്ള ടൂൾ ഡെവലപ്പ് ചെയ്യാനാണ്. നിങ്ങൾ അവിടെ പഠിക്കുന്ന എല്ലാം ലാപ്ലേസും അതുപോലെ മെട്രിക്സും പിന്നെ എന്താണ് ഇതുപോലത്തെ ട്രാൻസ്ഫോർമേഷൻസും പിന്നെ സീരീസ് എക്സ്പാൻഷനും ഒക്കെ നമ്മൾ ഫിസിക്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കണം കേട്ടോ. അപ്പൊ അതുപോലെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി നോക്കാം, ഇവിടെ ഡി ഈക്വൽ ടു നമുക്ക് കിട്ടിയത് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ കെ ആണ് അല്ലെ? നമുക്ക് കിട്ടിയത് പ്ലസ് ഓർ മൈനസ് ഐ കെ ആ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ആൽഫ ഈക്വൽ ടു 0 അല്ലേ? ആൽഫ പ്ലസ് ഐ ബീറ്റ ആയാലാണ് ഇങ്ങനെ അല്ലെ? ഇത് നമുക്ക് കിട്ടിയ ഡി എന്താ ശരിക്കും? വി ഗോട്ട് ടി ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് ഐ കെ അല്ലെ? 0 പ്ലസ് ഓർ മൈനസ് ഐ കെ എന്നല്ല കിട്ടിയേ. അതുകൊണ്ട് നമുക്ക് ആൽഫ ഈക്വൽ ടു 0 എന്ന് പറയാം, ബീറ്റ ഈക്വൽ ടു എന്താണ് കിട്ടിയത്? കെ ആ കിട്ടിയത് അല്ലെ? അല്ലെ? ബീറ്റ ഈക്വൽ ടു കെ. ബീറ്റന്റെ സ്ഥാനത്ത് കെ അല്ലേ ഇവിടെ? അത് കിട്ടി അല്ലെ? therefore psi ഈക്വൽ ടു എന്ത് എഴുതാം? ഇ റൈസ് ടു ആൽഫ എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 0x എന്ന് പറഞ്ഞാൽ 1 അല്ലെ? ബാക്കി എന്താ വരിക? എ കോസ് കെ എക്സ് പ്ലസ് ബി സൈൻ കെ എക്സ് എന്ന് വരും അല്ലെ? എന്താ കിട്ടിയത്? എ കോസ് കെ എക്സ് പ്ലസ് ബി സൈൻ കെ എക്സ് എന്ന് വരും അല്ലെ? അതാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ? ഇനി ഈക്വൽ ടു എ കോസ് കെ എക്സ് പ്ലസ് ബി സൈൻ കെ എക്സ്. ഇതാണ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് എയും ബിയും കണ്ടെത്തണം. ഓക്കെ, എയും ബിയും കണ്ടെത്തണം. അതിന് നമ്മൾ എന്താ ചെയ്യുക? അതിന്റെ ഇനീഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം അല്ലെ? എന്താണ് ഇതിന്റെ ബൗണ്ടറി കണ്ടീഷൻ? നമ്മുടെ ബോക്സ് ഇതായിരുന്നു അല്ലെ? ഇതായിരുന്നു ബോക്സ്. ഇവിടെ പൊട്ടൻഷ്യൽ 0 ആണ്. 0യ്ക്കും എല്ലിനും എടുക്കാണ് പാർട്ടിക്കിൾ. ഇവിടെയാണ് പാർട്ടിക്കിൾ എടുക്കുന്നത്. ഇവിടെ മാത്രമേ സൈ ഉള്ളൂ അല്ലെ? ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് അങ്ങോട്ടേക്കും എന്താണ് പാർട്ടിക്കിൾ ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ധൈര്യമായിട്ട് എഴുതാം. എന്ത്? സൈ ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു 0 അങ്ങനെ ഇത് കൂടെ. സൈ ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു 0 ഇത് കൂടെ. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ പൊസിഷൻ 0 ആയിരിക്കുമ്പോൾ അതിന്റെ വേവ് ഫംഗ്ഷൻ 0 പിന്നെ 0 ആയിരിക്കും. കാരണം ഇവിടെ പാർട്ടിക്കിൾ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ സൈ ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു എൽ എന്ന് എഴുതും അല്ലെ? അപ്പൊ ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ഈ ഇക്വേഷനകത്ത് സൈക്ക് പകരം 0 കൊടുക്കുക, അതുപോലെ എക്സിന് പകരം 0 കൊടുക്കുക. ഇംപ്ലൈസ് 0 ഈക്വൽ ടു എ കോസ് 0 പ്ലസ് ബി സൈൻ 0 അല്ലെ? സൈക്ക് പകരം 0 കൊടുത്തു, എക്സിന് പകരം 0 കൊടുത്തു. അപ്പൊ എങ്ങനെയല്ലേ കിട്ടാം അല്ലെ? ഇംപ്ലൈസ് ഇവിടെ കോസ് 0 1 ആണ്, സൈൻ 0 0 ആണ്. ഇംപ്ലൈസ് എ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അങ്ങനെയല്ലേ കിട്ടുക? എ എന്ന് വരുമ്പോഴേ ഇവിടെ 0 എന്ന് വരും. അപ്പൊ എ ഈക്വൽ ടു 0 എന്ന് കിട്ടും. വിച്ച് മീൻസ് ദ വാല്യൂ ഓഫ് എ ഈസ് 0 അല്ലെ? അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ എന്തായി? therefore psi ഈക്വൽ ടു ബി സൈൻ കെ എക്സ് ആണ് നമ്മുടെ ഇക്വേഷൻ. psi ഈക്വൽ ടു ബി സൈൻ കെ എക്സ്. തീർന്നില്ല, നമുക്ക് ഇനി ബി ഒക്കെ കാണാനുണ്ട് അല്ലെ? കെ കാണാനുണ്ട് അല്ലെ? അതുകൊണ്ട് അടുത്ത ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. എന്താണ് കണ്ടീഷൻ? എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പൊസിഷനിൽ പാർട്ടിക്കിൾ ഇല്ല. എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞ പൊസിഷനിൽ ഉണ്ടോ? ഇല്ല, അവിടെ ഇല്ല അല്ലെ? അതുകൊണ്ട് നമുക്ക് എഴുതാം
at x equal to L psi equal to 0. അപ്പൊ ഇതിനകത്ത് സൈക്ക് 0 കൊടുക്കുക, എക്സിന് L കൊടുക്കുക. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് 0 ഈക്വൽ ടു B സൈൻ 0 എന്ന് കിട്ടും അല്ലേ? അല്ല, സൈൻ കെ എൽ എന്ന് അല്ലേ, സോറി, സൈൻ കെ എൽ എന്നല്ല കേട്ടോ. സൈക്ക് വരും 0 കൊടുക്കുക, എക്സിന് വരും L കൊടുക്കുക. അപ്പം ബി സൈൻ കെ എൽ എന്ന് കിട്ടും. ഇംപ്ലൈസ് സൈൻ കെ എൽ ഈക്വൽ ടു 0 അല്ലേ? ബി സൈൻ കെ എൽ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സൈൻ കെ എൽ ഈക്വൽ ടു 0 എന്ന് എഴുതി കൂടെ അല്ലേ? ഇനി സൈൻ കെ എൽ ഈക്വൽ ടു 0 അല്ലെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ ടു 0 എപ്പോഴാവുക? വെൻ തീറ്റ ഈക്വൽ ടു n പൈ വേർ n ഈക്വൽ ടു 1 2 3 എക്സെട്ര അല്ലേ? അതായത് n പൈ എന്ന് പറഞ്ഞാൽ 0 അല്ലേ? n ഈക്വൽ ടു 1 2 3 ഒക്കെ ആകുമ്പോൾ അല്ലെ, n ഈക്വൽ ടു 0 1 2 3 ആകുമ്പോൾ അല്ലേ 0 അല്ലേ? അപ്പൊ കെ എൽ ഈക്വൽ ടു n പൈ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ദാറ്റ് മീൻസ് k ഈക്വൽ ടു n പൈ ബൈ l എന്ന് എഴുതാം അല്ലേ? k ഈക്വൽ ടു n പൈ ബൈ l. അതുകൊണ്ട് psi ഈക്വൽ ടു b സൈൻ k അല്ല അല്ലേ, kx അല്ലേ, n പൈ എക്സ് ബൈ എൽ എന്ന് എഴുതാം അല്ലേ? കേക്ക് വരെ നമ്മൾ n പൈ ബൈ എൽ കൊടുത്തു. അപ്പം psi ഈക്വൽ ടു b സൈൻ n പൈ എക്സ് ബൈ എൽ എന്ന് കിട്ടും. ഇതാണ് വേവ് ഫംഗ്ഷൻ. തീർന്നില്ല, നമുക്കിനി എന്ത് ചെയ്യണം? b കാണണം അല്ലേ? ബിന്റെ വാല്യൂ കാണണം. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ് കാണാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം അതെങ്ങനെയാ കാണുക എന്നുള്ളത്. ഓക്കെ, എന്ത് വെച്ചിട്ടാണ് അത് കാണുക എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ബി എങ്ങനെയാ കാണുക എന്നുള്ളത്. ഓക്കെ, അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ഓൾ.